ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് മൂന്നാറിലെ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിന് പോവാൻ. ഇവിടെ ഒരാൾ എണീറ്റ് വരുന്നേ ഉള്ളൂ. ആൾ എണീറ്റു. അപ്പം അവനെയും കൂടി ഒന്ന് റെഡി ആക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പോയി കഴിഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും കറങ്ങാൻ പോകാനുള്ള പ്ലാനിലാണ്. അപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പം നമ്മുടെ ഇക്കുക്കുട്ടനെയൊക്കെ എണീപ്പിച്ച് അവനെ ഒരു സ്ട്രോളറിലൊക്കെ കയറ്റി നമ്മൾ നേരെ വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് പോലെ ഒരു സാധനം സെറ്റ് ചെയ്തേക്കാണ് ഒരു ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതായത് നമ്മുടെ തേയിലത്തോട്ടങ്ങളും ഭയങ്കര ഗ്രീനറിയാണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഏകദേശം നമുക്ക് മൂന്നാർ ടൗണൊക്കെ ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം. രാത്രിയിലൊക്കെ ആണെങ്കിൽ ലൈറ്റ്സുകൾ ഭയങ്കര ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പം ആക്ച്വലി വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ എണീറ്റ് കുഞ്ഞിനെയൊക്കെ എണീപ്പിച്ച് വന്നപ്പോഴേക്കും സമയം അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നിന്ന് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരിക്കും. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് ചെന്നു. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാമേ. കാരണം ഇവിടുത്തെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം സൺഡേ ആണ്. പിന്നെ നമുക്കാണെങ്കിൽ ബുഫേ ആണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കണ്ടു നോക്കാം. അപ്പം നമ്മളാണെങ്കിൽ പറക്കാടുന്ന ഫുഡൊക്കെ കഴിച്ച് നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം എന്നിട്ട് നമുക്ക് ഇപ്പം മാട്ടുപ്പെട്ടി ഡാമിൽ പോകണോ അത് ഇരവികുളത്ത് പോകണോ എന്നുള്ള കൺഫ്യൂഷനാണ്. പക്ഷെ നമ്മളിപ്പോൾ ജസ്റ്റ് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ആദ്യം എത്തുന്നിടത്ത് പോകും. ഫൈനലി ആദ്യം തന്നെ നമുക്ക് ഇരവികുളത്ത് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇരവികുളത്തേക്ക് നമ്മുടെ മാപ്പിൽ ഇട്ടിട്ടുണ്ട്. ശരിക്കും കുറച്ച് സമയമേ ഉള്ളൂ ഇവിടുന്ന് ആക്ച്വലി ദൂരമൊക്കെ. പക്ഷെ നമ്മളാണെങ്കിൽ ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ് മൂന്നാറിൽ. അതുകൊണ്ട് അതിൻ്റേതായ കുറേ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവും എന്ന് ഓർത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞാനും ഇക്കുകുട്ടിനെ എന്തായാലും ഇങ്ങനെ സൈഡിലെ വ്യൂവും ആ ഒരു രസമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടു ഗൈസ് എന്ന് തന്നെ പറയാം. കാരണം നല്ല ബ്ലോക്കാണ്. അതായത് ഒരു സൈഡിൽ നിന്നേ വണ്ടികൾ ചലിക്കുന്നുള്ളൂ. നമ്മൾ നടക്കുന്ന സൈഡിൽ നിന്ന് വണ്ടികളൊന്നും ചലിക്കുന്നില്ല. അപ്പോൾ ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇത് പൊട്ടിച്ചിട്ടേക്കുന്നതുകൊണ്ടും കാര്യങ്ങളും കൊണ്ടാണെങ്കിൽ ആകെ ബ്ലോക്കാണ്. നമ്മൾ പയ്യെ നമ്മുടെ വണ്ടി നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ശരിക്കും നമുക്കാണെങ്കിൽ ഇവിടുന്ന് 1 മണിക്കൂർ മിച്ചം കാണിക്കുന്നുണ്ട് ഇരവികുളത്തേക്ക്. എനിക്ക് തോന്നുന്നു ഈ ബ്ലോക്ക് കൊണ്ടായിരിക്കും എന്നാണ്. അപ്പം നമ്മൾ അവിടെ എത്താൻ ആദ്യം ഇപ്പം മൂന്നാർ ടൗൺ പോലും എത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ദാണ്ടെ മൂന്നാർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് മൂന്നാർ റിവർ ബാങ്ക് വാക്ക് വേ ആൻഡ് ചിൽഡ്രൻസ് പാർക്കാണ്. ഇത് മൂന്നാറിൽ ടൗണിലേക്ക് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്കാണ്. നമ്മൾ നേരെ നമ്മുടെ ഇരവികുളത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ സെൻറ്ററിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമുക്കാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം പാർക്കിംഗ് ഉള്ളിൽ ഫില്ലായതുകൊണ്ട് നമ്മൾ പുറത്താണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഈ കൂട്ടം ഭയങ്കര
പ്രാർത്ഥനയോടെയൊക്കെ നിൽക്കുന്ന കാണാം. അവന് ഈ തീ ഇട്ടേക്കുന്നത് കൊണ്ട്, ഈ കോൺ ചുടുന്നത് തീ ഇട്ടേക്കുന്നത് കണ്ടിട്ട് പുള്ളി എന്തോ വിളക്കാണെന്നോർത്ത് ഭയങ്കര പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളി ആകെ എക്സൈറ്റഡ് ആണ്. കാരണം ഈ ചെവിയിൽ കാറ്റടിക്കാതിരിക്കാനുള്ള സാധനമൊക്കെ നമ്മൾ വച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ഈ സെൻറ്ററിലേക്ക് പോയിട്ട് അവിടെ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിന്നിട്ട് വേണം. ഒരു സ്കൂൾ ബസ് പോലെ ഒരു ബസ്സിലാണ് നമ്മളെ ഇത് ടോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ടിക്കറ്റും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുള്ള പരിപാടികളൊന്നുമില്ല. നമ്മളാണെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ ഇതിൽ ടിക്കറ്റ് എടുക്കുന്നത്. ഇപ്പോൾ 2 പേർക്ക് 400 റുപ്പീസാണ് ആയിരിക്കുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ ഇതിലേക്ക് കടന്നു. ഇതൊരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉള്ള ഒരു സംഭവമാണ്. ഈ ഗൈഡ് നമുക്കിതൊക്കെ പറഞ്ഞു തരികയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വ്യൂസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് കുറച്ച് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് അപ്പം ആളുകൾക്ക്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് അതിൻ്റെ ഒരു 3D വ്യൂ പോലെയൊക്കെ കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. അതിനാണെങ്കിൽ 100 per person ആണ്. എന്നിട്ട് നമുക്കതിൻ്റെ വിഷ്വൽസൊക്കെ കാണാം. ഞങ്ങളത് ജസ്റ്റ് കാണാൻ നിന്നില്ല. കാരണം കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് അവൻ ചിലപ്പോൾ വഴക്കുണ്ടാക്കിയാലോ എന്ന് ഓർത്തിട്ട് നമ്മളത് കാണാനൊന്നും നിന്നില്ല. നമ്മൾ നേരെ ക്യൂവിലേക്ക് പോയി. അത്യാവശ്യം നന്നായി ക്യൂ ഉണ്ട്. ഒന്നാമത്തെ ഉച്ച സമയമായിട്ടുള്ളതുകൊണ്ട് നല്ല ക്യൂ ഉണ്ട്. അപ്പം നമ്മളാണെങ്കിൽ അവിടെ ക്യൂവിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ നേരെ ചെന്ന് നമ്മൾ ക്യൂവിൽ നിന്നു. അപ്പോൾ ഓരോരോ വണ്ടികളായിട്ട് വന്നിട്ട് ആളുകളെ കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും ഇത്രയും ക്യൂ ഒക്കെ ഉണ്ടെന്ന് ഓർത്ത് പേടിക്കേണ്ട. പെട്ടെന്ന് തന്നെ ഒരു 2 വണ്ടി പെട്ടെന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ക്യൂ തന്നെ മാറിപ്പോകുന്നതേ ഉള്ളൂ. ഫൈനലി നമ്മൾ പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി നിർത്തിയ ആൾക്കാർ ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങളും ചാടി കയറി സീറ്റൊക്കെ പിടിച്ചു. അപ്പോൾ ശരിക്കും റൈറ്റ് സൈഡ് വേണോ ലെഫ്റ്റ് സൈഡ് വേണോ എന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. 2 രീതിയിൽ നിന്നാലും നല്ല ഡിഫറെൻറ്റ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു അങ്ങോട്ട് പോകുമ്പം ഒരു സൈഡും ഇങ്ങോട്ട് വരുമ്പോൾ നേരെ വേറെ സൈഡും ഇരിക്കുക. അപ്പം നമുക്ക് 2 സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടുമല്ലോ. കാരണം വഴി ഇച്ചിരി ദുർഘടം പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ പിടിച്ചിരിക്കാനും വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ഷേക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ പോകുന്ന വഴിയിൽ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു വെള്ളച്ചാട്ടം. ഭയങ്കര മലയുടെ പൊക്കത്തുനിന്ന് കുത്തനെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. വെള്ളമൊക്കെ ശരിക്കും മഴ സീസണിലാണെങ്കിൽ ഭയങ്കര വെള്ളമായിരിക്കും. നമുക്ക് ഈ ചീന്തലൊക്കെ നമ്മുടെ വണ്ടിയിലേക്ക് തെറിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം മഴയൊക്കെ കുറവുള്ള സമയമായിരുന്നത് കൊണ്ട് വലിയ ഇതൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളതിൻ്റെ മുകളിൽ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെ നമ്മളുടെ ടിക്കറ്റ് കാണിച്ച് വീണ്ടും നമുക്ക് മുകളിലേക്ക് ട്രെക്കിംഗ് പോലെ ചെയ്ത് പോവാം. നമ്മൾ ആദ്യം തന്നെ ഞങ്ങളിവിടെ വന്ന് കയറിയപ്പോഴേക്കും ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ ആ ഫുഡ് കോർട്ടിൽ വന്നിരുന്ന് ഇക്കുന് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ പുള്ളി മടുക്കും. കാരണം ഓൾറെഡി ഇപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട്. പക്ഷെ നമുക്ക്
ഉച്ചയായെന്നുള്ളൊരു പ്രതീതിയേ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ഇതിൻ്റെ ടോപ്പിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇത്തിരി കാറ്റും കുറച്ച് ഒരു തണുപ്പുള്ള കാറ്റും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര നല്ലൊരു അന്തരീക്ഷമാണ്. കാരണം നമ്മുടെ കൊച്ചിയിലെ വെയിലിൻ്റെ സമയത്തൊക്കെ നമ്മളിപ്പം അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഭയങ്കര രസം തോന്നി. കാരണം അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമ്മൾ പോയ ടൈമിൽ. അപ്പോൾ ഇക്കുവിൻ്റെ അച്ഛനൊക്കെ കൂടി കളിച്ചുകൊണ്ടും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് അവൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കളിയും കാര്യങ്ങളും പുള്ളീനെ ഒന്ന് കംഫർട്ട് ആക്കിയിട്ട് ഇപ്പം അങ്ങോട്ട് ഇനി അടുത്ത ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോവാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഫൈനലി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ടോപ്പ് വരെ പോകണം എന്നാണ് ആഗ്രഹം. പക്ഷേ അവിടം വരെ നമ്മളെ കൊണ്ട് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ചെല്ലാമെന്ന് ആലോചിക്കുന്നു. അത് നോക്കടാ നോക്കിക്കേ, ആട് ആട് ഉമ്പ. ആ ഉമ്പ നടന്ന് നമ്മളാണെങ്കിൽ ഏകദേശം ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ കവർ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക്. അപ്പോൾ ആണ് മഴ ചതിച്ചു ഗൈസ്. നമുക്ക് ചെറുതായിട്ട് ചാറ്റൽ മഴ തൂളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കുട പോലും എടുക്കാതെ വന്നത് ഞങ്ങൾ മാത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് ഇക്കൂനെ കൊണ്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ടും കാര്യം ഉണ്ടായില്ല. അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ തന്നെ താഴേക്ക് തിരിച്ചിറങ്ങാൻ ഓർത്തു. മഴയൊന്ന് കഠിനമാവുന്നതിന് മുന്നേ താഴെ ചെന്ന് ക്യൂ നിൽക്കാനുള്ള പ്ലാനിൽ ഞങ്ങൾ പെട്ടെന്ന് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ വരുന്ന വഴിക്ക് കണ്ട ഒരു മരമാണ് ഈ ഒരു മരം. ഇതിൻ്റെ പേരറിയുന്ന ആരെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ, കാരണം എനിക്കിതിൻ്റെ ആദ്യം തന്നെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു വിധത്തിൽ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. കൊച്ചിൻ്റെ തലയിലാണെങ്കിൽ ടർക്കിയൊക്കെ ഇട്ട് ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അവനെ. ഇല്ലെങ്കിൽ ഈ കാറ്റും മഴയൊക്കെ അടിച്ച്
നമ്മൾ നാട്ടിലെത്തുമ്പോഴേക്കും ജലദോഷവും പനിയായിട്ട് ആകെ സീനാവും. നമ്മൾ വണ്ടിയിൽ കയറി. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പം ഇപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത്. നമുക്ക് ദൈവാദിനം കൊണ്ട് ആ സൈഡിലത്തെ സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ താഴേക്ക് വന്നു. നമ്മൾ വണ്ടിയിൽ കയറി, നമ്മുടെ കാറിൽ കയറി. ഒരു വിധത്തിൽ നമ്മളാണെങ്കിൽ സേഫായിട്ട് ടീ ഫാക്ടറിയിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. ടീ ഫാക്ടറി ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇക്കുനെയും കൊണ്ടും പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ അപ്പോൾ റിസോർട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡ്. കുറച്ച് വണ്ടികളൊക്കെ കട്ടപ്പുറത്ത് കിടപ്പുണ്ട്, എന്താണെന്ന് പറഞ്ഞാൽ അറിയില്ല. ഇനി നമുക്ക് റിസോർട്ടിലെ വിശേഷങ്ങളായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.